വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ കുഞ്ഞാട്. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുൻപ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. സാഹിത്യഭാഷ, ശരീരഭാഷ, ജീവിത ഭാഷ. ഇതിൽ ശ്രേഷ്ഠം ജീവിത ഭാഷ തന്നെ. മനഃശാസ്ത്ര സങ്കേതമനുസരിച്ച് മനുഷ്യൻ ആശയവിനിമയം നിർവഹിക്കുന്നത് സാഹിത്യഭാഷയിലൂടെ എന്നതിനേക്കാൾ ശരീരഭാഷയിലൂടെയാണ് എന്നതാണ് പരക്കെ അംഗീകരിക്കപ്പെടുന്ന യാഥാർത്ഥ്യം. ശരീരഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നു. മനുഷ്യന്റെ നടപ്പ്, എടുപ്പ്, ഇരിപ്പ്, നോട്ടം, ഭാവവ്യത്യാസങ്ങൾ, ചേഷ്ടകൾ, അംഗവിന്യാസങ്ങൾ ഇതൊക്കെ അതിൽ പെടും. ഈ ശരീരഭാഷ വളരെ ശക്തമായ ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ ശാസ്ത്രം ഇന്ന് അംഗീകരിക്കുന്നു. ഈ ശാസ്ത്രസത്യത്തിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ലേ ഇന്നത്തെ സുവിശേഷം എന്നാണ് ഞാൻ ധരിക്കുന്നത്. യോഹന്നാൻ മാംദാന തന്റെ ശിഷ്യന്മാരുമായിട്ട് സംഭാഷണത്തിലേർപ്പെട്ടുകൊണ്ട് യോർദാൻ നദി തടത്തിൽ നിൽക്കുകയാണ്. ആ അവസരത്തിൽ അങ്ങ് അകലെ ഗാലിലിയിൽ നിന്ന് യേശു ക്രിസ്തു ഏതാനും പേരുടെ സഹായത്തോടു കൂടെ നടന്നുകൊണ്ട് യോഹന്നാനെ ലക്ഷ്യമായിട്ട് ആ യോർദാൻ നദി തടത്തിലേക്ക് കടന്നു വരുന്നു. യോഹന്നാൻ അകലെ നിന്ന് തന്നെ നടന്നു വരുന്ന യേശുവിനെ കണ്ടു. നടന്നു വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് താൻ ആരോട് സംസാരിച്ചിരുന്നു ആ ജനങ്ങളുടെ ശ്രദ്ധ യേശുവിലേക്ക് തിരിച്ചുകൊണ്ട് യോഹന്നാൻ മാംദാന പറയുകയാണ്, ഇതാ നോക്കൂ, ഒരു വ്യക്തി നടന്നു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അദ്ദേഹമാണ് ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാണ് യോഹന്നാൻ ആ നടന്നു വരുന്ന യേശുവിനെ കണ്ട് ജനങ്ങളോടായിട്ട് പറയുന്നത്. യേശു ഒരു അക്ഷരം പോലും ഉരിയാടുന്നതായിട്ട് സുവിശേഷത്തിൽ കാണുന്നില്ല. യേശുവിന്റെ കേവലമായ നടപ്പ് കണ്ട് യോഹന്നാൻ പറയാൻ പ്രേരിതനായിട്ടുള്ള ആ കൊച്ചു വാചകമാണിത്, ഇതാ വരുന്നു ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ നടപ്പാണ് യോഹന്നാനെ ഈ തരത്തിൽ യേശുവിനെ അവതരിപ്പിക്കാൻ ഇടവരുത്തിയത് എന്നല്ലേ നാം ധരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മനുഷ്യരായ നമുക്കും ഈ ശരീരത്തിന്റെ ഭാഷയുണ്ട്, ബോഡി ലാംഗ്വേജ്. നമ്മുടെ ശരീരത്തിന്റെ ഭാഷയും ആശയവിനിമയം നടത്താൻ ഉപകരിക്കുന്ന ഒരു ഉപാധിയാണ്. നാം ബോധപൂർവം നമ്മുടെ നടപ്പും നമ്മുടെ ഇരിപ്പും നമ്മുടെ ചേഷ്ടകളും നമ്മുടെ വിന്യാസങ്ങളുമെല്ലാം ബോധപൂർവം അത് നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതിലേക്ക് ഒരു സൂചന ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് എന്ന് വിചാരിക്കാം. തീർച്ചയായും ശക്തമായിട്ടുള്ള ഒരു ആശയവിനിമയ ഉപാധിയാണ് ബോഡി ലാംഗ്വേജ്, നമ്മുടേതായിട്ടുള്ള ശരീരത്തിന്റെ ഭാഷ. എന്നാൽ തീർത്തും അതിനേക്കാൾ ശക്തമാണ് ജീവിതമാകുന്ന ഭാഷ. ജീവിതം തന്നെ ഒരു സന്ദേശമായി തീരുന്ന അവസ്ഥ.
ജീവിതം തന്നെ ഒരു സന്ദേശമായി തീരുന്ന അവസ്ഥയാണ് നാം എല്ലാവരും ഉന്നം വയ്ക്കേണ്ട, ലക്ഷ്യമായിട്ട് കാണേണ്ട, എത്തിപ്പെടാൻ ആഗ്രഹിക്കേണ്ട വലിയ ഒരു ആദർശമായിട്ട് നാം നമ്മുടെ മനസ്സിൽ കാണേണ്ടത്. ഈ ആദർശത്തിലേക്ക് നമ്മൾ എത്തണമെന്ന് വരികിൽ നമ്മുടേതായിട്ടുള്ള അനുദിന ജീവിതത്തിലെ ആശയവിനിമയ ഉപാധി ഭാഷയിൽ കൂടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടേതായിട്ടുള്ള ശരീരത്തിൻ്റെതായിട്ടുള്ള അംഗവിന്യാസത്തിൽ കൂടെ നടക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചേഷ്ടകളും നമ്മുടെ നടപ്പുകളും വ്യാപാരങ്ങളും എല്ലാം നിയന്ത്രിക്കാൻ ഇടവന്നാൽ അത് തന്നെ നമ്മുടെ ജീവിതം ഒരു സന്ദേശമായിട്ട് തീരുന്നതിനെ ഒരു ചവിട്ടുപടിയായിട്ട് തീർക്കാൻ നമുക്ക് സാധിച്ചേക്കാം. പടിയായിട്ട്